മനുഷ്യബുദ്ധിയിൽ അഹങ്കരിക്കുന്നവരോടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. എല്ലാം എനിക്ക് സാധിക്കും എന്ന അഹന്തയിൽ ജീവിക്കുന്ന ഒരാളാണ്. അത് മനസ്സിലാക്കി തരാൻ ഒരു കഥ പറയാം. മാറാരോഗിയായ പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിക്കുന്ന മനുഷ്യരുള്ള ഇക്കാലത്ത് നിസ്സാരനെന്ന് നമ്മൾ കരുതുന്ന ഒരു പല്ലിയുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ കഥയാണ്. ജപ്പാനിലെ ഒരു വീട് പൊളിച്ചു പണിയുകയായിരുന്നു. മരം കൊണ്ടുണ്ടാക്കിയ ഭിത്തികൾ, അതിനിടയിൽ ചൂടും തണുപ്പും നിയന്ത്രിക്കാനായിട്ട് പൊള്ളയായ ഒരു ഭാഗം ഉണ്ടാകും. അതിങ്ങനെ പൊളിച്ചു തുടങ്ങിയപ്പോൾ ഒരു ജോലിക്കാരൻ ഒരു കാഴ്ച കണ്ടു. കാലിൽ ഒരാണി തുളച്ചു കയറിയതിനാൽ മതിലിൽ കുടുങ്ങിപ്പോയ ഒരു പല്ലി. അയാൾക്ക് സഹതാപം തോന്നി. രക്ഷിക്കാൻ തുടങ്ങുന്നതിന് മുൻപാണ് 5 വർഷം മുൻപ് വീട് പണിത സമയത്ത് ഭിത്തിയിൽ അടിച്ചു കയറ്റിയ ആണി ആയിരുന്നല്ലോ എന്ന് അയാൾ ഓർത്തത്. അയാൾ ഞെട്ടിപ്പോയി. 5 വർഷം, നീണ്ട 5 വർഷം ആ ഇരുണ്ട ഭിത്തികൾക്കിടയിൽ കുരുങ്ങിയ കാൽ അനക്കാനാകാത്ത ഇതേ അവസ്ഥയിൽ ആ പല്ലി ജീവിച്ചിരുന്നെന്നോ? അയാൾ ഞെട്ടിപ്പോയി. അവിശ്വസനീയമല്ലേ? ആശ്ചര്യകരമായ അതിജീവനത്തിന്റെ രഹസ്യമറിയാൻ അയാൾ ആ ജോലി നിർത്തി ആ പല്ലിയെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. കുറേ സമയം കടന്നുപോയി. എവിടെ നിന്ന് അറിയാതെ മറ്റൊരു പല്ലി അവിടേക്ക് വന്നു. ആ പല്ലിയുടെ വായിൽ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു. വായിൽ കരുതിയിരുന്ന ഭക്ഷണം കാൽ ആണിയിൽ കുരുങ്ങിപ്പോയ പല്ലിക്ക് മറ്റേ പല്ലി കൊടുത്തു. അത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. കേവലം നിസ്സാരനല്ലേ ഒരു കുഞ്ഞൻ പല്ലി, ആണിയിൽ കാലു കുടുങ്ങി അനങ്ങാനാകാതെ രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത മറ്റൊരു പല്ലിക്ക് വേണ്ടി കാത്തിരുന്നത് 5 വർഷമാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണവും നൽകി. ഈ 2 പല്ലികൾ നമുക്ക് നൽകുന്നത് വലിയ പാഠമാണ്. അതിജീവനം എന്ന് പറയുന്നത് കേവലം നിലനിൽപ്പല്ല, തകർച്ചയിൽ നിന്ന് പുതിയ ഒരാളായി പിറവിയെടുക്കലാണ്. ഇരുട്ടെത്ര കടുപ്പമേറിയതായാലും ഒരു പുലരി വരാതിരിക്കില്ല. കാത്തിരിക്കുക, അതിജീവിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും തള്ളി പറയാതിരിക്കുക, കൈവെടിയാതിരിക്കുക. അടുപ്പമുള്ളവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും തിരക്കാണെന്ന കാരണം പറഞ്ഞ് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. ലോകം മുഴുവനും ഒരുപക്ഷേ നിങ്ങളുടെ കാൽക്കീഴിലായിരിക്കാം, പക്ഷേ അവരുടെ ലോകം അത് നിങ്ങൾ മാത്രമായിരിക്കും. ഒരു നിമിഷത്തെ അവഗണന മതി ഒരുപാട് കാലം കൊണ്ട് പടുത്തുയർത്തിയ സ്നേഹവും വിശ്വാസവും ഒക്കെ തകർത്ത് കളയാൻ. അതുകൊണ്ട് ചിന്തിക്കണം. നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മതി, നേടാൻ ഒരു ജന്മം മുഴുവനും പോരാതെ വന്നേക്കാം. അപ്പോൾ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മൾ ഒന്നിച്ചുള്ള വാർത്താ യാത്രയിലേക്ക്, സുപ്രഭാതം വിത്ത് സുജയ പാർവതിയിലേക്ക് സ്വാഗതം.